ലോകശക്തികൾ ഒന്നടങ്കം ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. പ്രതിരോധ രംഗത്ത് ചരിത്രത്തിൽ ഇന്നേ വരെ രാജ്യം സ്വീകരിക്കാത്ത ഒരു വമ്പൻ നയമാറ്റവുമായി ഭാരതം രംഗത്തെത്തിയിരിക്കുകയാണ്. ശത്രു രാജ്യങ്ങളുടെ ഏതൊരു പ്രകോപനത്തിനും നിമിഷങ്ങൾക്കകം ആണവാക്രമണത്തിലൂടെ മറുപടി നൽകാൻ പാകത്തിൽ ഇന്ത്യ ചരിത്രത്തിലാദ്യമായി തങ്ങളുടെ 12 ആണവ പോർമുനകൾ യുദ്ധസജ്ജമായി വിന്യസിച്ചിരിക്കുന്നു. ആഗോള ആയുധ നിരീക്ഷണ സംഘടനയായിട്ടുള്ള സിപ്രിയുടെ 2026 ഏറ്റവും പുതിയ ഇയർബുക്ക് റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരമുള്ളത്. മുൻവർഷത്തെക്കാൾ 10 വർദ്ധിപ്പിച്ച് ഇന്ത്യയുടെ ആകെ ആണവായുധങ്ങളുടെ എണ്ണം 190 ഉയർന്നിട്ടുണ്ട്. ഇതിൽ 12 ആണവ പോർമുനകളാണ് അടിയന്തരമായി പ്രയോഗിക്കാൻ തക്കവണ്ണം മിസൈലുകളുമായി ഘടിപ്പിച്ച് വിന്യസിച്ചിരിക്കുന്നത്. സമാധാന കാലത്ത് ആണവ പോർമുനകളും അവ വഹിക്കുന്ന മിസൈലുകളും വെവ്വേറെ സൂക്ഷിക്കുന്ന ഇന്ത്യയുടെ പരമ്പരാഗത ശൈലിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇതിനായി ഭാരതം തങ്ങളുടെ പ്രതിരോധ ബജറ്റ് 8.9% വർദ്ധിപ്പിച്ച് $92.1 ബില്യൺ എത്തിച്ചു എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പഴയകാലത്തെ ദുർബലമായ പ്രതിരോധ നയങ്ങൾ ഭാരതം എന്നേക്കുമായി ഉപേക്ഷിച്ചു എന്നതിന്റെ തെളിവാണിത്. മുൻപ് ശത്രു ആക്രമിച്ചാൽ മാത്രം തിരിച്ചടിക്കാൻ തക്കവണ്ണം ആണവായുധങ്ങൾ മാറ്റിവെച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ 2025 മെയ് മാസത്തിൽ ഉണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ എന്ന കടുത്ത സൈനിക പ്രതിസന്ധിക്ക് ശേഷം ഇന്ത്യ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റിമറിച്ചു. ശത്രുക്കൾക്ക് ചിന്തിക്കാൻ പോലും സമയം നൽകാതെ ഏത് നിമിഷവും തിരിച്ചടിക്കാൻ പാകത്തിൽ അതിർത്തികളെ സുരക്ഷിതമാക്കേണ്ടത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഭാരതം തെളിയിച്ചിരിക്കുകയാണ്. ഈ നയമാറ്റത്തിന് പിന്നിൽ അതിശക്തമായിട്ടുള്ള തന്ത്രപരമായ ലക്ഷ്യങ്ങളുണ്ട്. ചൈനയും പാകിസ്ഥാനും ചേർന്നുള്ള ഭീഷണികളെ ഒരേ സമയം നേരിടുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. നിലവിൽ ചൈനയുടെ ഉൾപ്രദേശങ്ങളെ മുഴുവൻ ലക്ഷ്യമിടാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലുകളിലാണ് ഇന്ത്യ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ക്യാനിസ്റ്റർ അധിഷ്ഠിത മിസൈൽ സംവിധാനങ്ങളും കടലിനടിയിലൂടെ സഞ്ചരിക്കുന്ന ആണവ അന്തർവാഹിനികളും സജീവമാകുന്നതോടെ ഇന്ത്യയുടെ ആണവ പ്രതിരോധം കൂടുതൽ ശക്തമാകും. 2027 ഇന്ത്യ തങ്ങളുടെ 4ാമത്തെ ആണവ അന്തർവാഹിനി അതുകൂടി വിക്ഷേപിക്കുന്നതോടെ ശത്രുക്കൾക്ക് ഭാരതത്തിന്റെ പ്രതിരോധ കോട്ട തകർക്കുക അസാധ്യമായി മാറും. ആണവരംഗത്ത് ഭാരതം കൈവരിച്ച ഈ വൻ മുന്നേറ്റം ഒരു കാര്യമാണ് വ്യക്തമാക്കുന്നത്: ഇന്ത്യയുടെ പരമാധികാരത്തിൽ കൈവയ്ക്കാൻ ഇനി ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. ആഗോള നിരീക്ഷകർ ഭാരതത്തിന്റെ ഈ അസാധ്യ വളർച്ചയെ അത്ഭുതത്തോടെ നോക്കിക്കാണുമ്പോൾ 140 കോടി ജനങ്ങൾക്ക് ഇതൊരു അഭിമാന നിമിഷമാണ്. ഭാരതത്തിന്റെ സുരക്ഷ ഇനി ആരുടെയും ഔദാര്യമല്ല, നമ്മുടെ സ്വന്തം കരുത്താണ്. ന്യൂസ് ഡെസ്ക് മലയാളം.